ഹായ്, ഇന്നത്തെ വീഡിയോ കേരള സിലബസ് 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻസ്. ഇതിലെ പേജ് നമ്പർ 92ലെ ആക്ടിവിറ്റീസ് ആണ് എന്ന് ചെയ്യുന്നത്. അതിലെ 3ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് എന്ന് ചെയ്യുന്നത്. എ പോൾ 2.6 meters long leans against a wall. The foot of the pole is 1 meter away from the wall. When the foot of the pole was pushed a little away, the top end slide down by the same length. How much was the foot moved? ഇവിടെ ഫിഗർ കൊടുത്തിട്ടുണ്ട്, നമുക്ക് ചെയ്ത് നോക്കാം. നമ്മൾ ഫിഗർ വെച്ചു. ഇവിടെ ആദ്യം ട്രയാങ്കിൾ എ ബി സി ഇതായിരുന്നു നമ്മൾ വെച്ചിരിക്കുന്ന. ബി സി ആണ് ഇവിടുത്തെ പോൾ. ഇവിടെ എ സി എന്നുള്ളത് ഭിത്തി, എ ഡി തറ. അപ്പോൾ ഇവിടെ നിന്നും താഴെ ബി ടു ഡി എക്സ് മീറ്റർ താഴേക്ക് ഇത് മാറി. അപ്പോൾ അതേ ഡിസ്റ്റൻസ് തന്നെയാണ് മുകളിൽ മാറി എന്നാണ് ക്വസ്റ്റ്യൻ പറഞ്ഞിരിക്കുന്നത്. അതും എക്സ് എന്ന് തന്നെ അടയാളപ്പെടുത്തി, നമ്മുടെ സി ഇ എന്നുള്ള ഡിസ്റ്റൻസ്. അപ്പോൾ ഇവിടെ നമ്മൾ ട്രയാങ്കിൾ പരിഗണിച്ചാൽ റൈറ്റ് ട്രയാങ്കിൾ ആണ് എ ബി സി. അപ്പോൾ ട്രയാങ്കിൾ എ ബി സി, ഇൻ ട്രയാങ്കിൾ എ ബി സി അവിടെ എ സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ ഈക്വൽ ടു ബി സി സ്ക്വയർ ആണ്. ഇതാണ് എ സി. എ സി സ്ക്വയർ പ്ലസ് എ ബി സ്ക്വയർ ഈക്വൽ ടു ബി സി സ്ക്വയർ ആണ്. അതായത് ബേസ് സ്ക്വയറും ഓൾട്ടിറ്റ്യൂഡ് സ്ക്വയറും കൂട്ടി ഹൈപ്പോട്ടനസ് സ്ക്വയർ കിട്ടും. അപ്പോൾ ഇത് കോസ് തീരാം. അപ്പോൾ ഇവിടെ എ സിയുടെ വാല്യൂ നമുക്കറിയില്ല. എ സി സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു, അപ്പോളിൻ്റെ ലെന്ത് നമുക്കറിയാം. ഇപ്പോൾ 2.6 meters ലോങ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് 2.6 ഹോൾ സ്ക്വയർ. എ സി സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ ഈക്വൽ ടു 2.6 സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി. ഇനി അപ്പോൾ നമുക്ക് എ സിയുടെ നീളം അറിയില്ല. എ സി സ്ക്വയർ ഈക്വൽ ടു 2.6 ഹോൾ സ്ക്വയർ മൈനസ് 1 സ്ക്വയർ എന്ന് എടുക്കുന്നു, ഈക്വൽ ടു 2.6ന്റെ സ്ക്വയർ 6.76 മൈനസ് 1 സ്ക്വയർ 1 തന്നെ 1 ഈക്വൽ ടു നമുക്ക് കിട്ടുന്നത് 5.76 എന്ന് കിട്ടുന്നു. അപ്പോൾ എ സി ഈക്വൽ ടു റൂട്ട് ഓഫ് 5.76 ആണ്, ഈക്വൽ ടു അത് 576 അപ്പം 24 എന്ന് കിട്ടി. 2 മീറ്റർ. 5.7 576ന്റെ 24, ഇപ്പോൾ 5.76 ആകുമ്പോൾ 2.4 മീറ്റർ എന്ന് കിട്ടി. ഇനി നമ്മളിവിടെ ഈ ബി ഡി, അതായത് ഇത് മൂവ് ചെയ്ത ഡിസ്റ്റൻസ് എക്സ് എന്ന് എടുത്തു. അപ്പോൾ താഴേന്ന് മുകളിൽ നിന്ന് താഴേക്ക് വന്ന ഡിസ്റ്റൻസും എക്സ് തന്നെയാണ്. അപ്പോൾ നമ്മൾ എ ഡി ഈക്വൽ ടു എ ഡി ഫിഗറിൽ നോക്കുക. എ ഡി ഈ മൂവ് ചെയ്തതിന് ശേഷമുള്ള നീളമാണ്. എ ബി നമുക്ക് നേരത്തെ അറിയാം, എ ബി 1 മീറ്റർ ആണ്. അപ്പോൾ ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എ ഡി ഈക്വൽ ടു അത് 1 പ്ലസ് എക്സ് മീറ്റർ ആയിരിക്കും. കാരണം എക്സ് മീറ്റർ ആണ് ഇങ്ങോട്ട് മാറിയത്, അത് നമുക്ക് അറിയത്തില്ലാത്തത്. അപ്പോൾ എ ബി 1 മീറ്റർ ആണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എ ബി പ്ലസ് 1 അല്ലെങ്കിൽ 1 പ്ലസ് എ ബി പ്ലസ് എക്സ് 1 പ്ലസ് എക്സ് എന്ന് എടുത്തു. അതുപോലെ എ ഇ, എ സിയുടെ നീളം നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പോൾ എ ഇ എന്ന് പറയുന്നത് ഈ പോൾ താഴേക്ക് വന്ന ശേഷം താഴത്തെ രണ്ടാമത് ഇത് വലിച്ചു വെച്ചതിന് ശേഷം നിൽക്കുന്ന ആ ഹൈറ്റാണ് ഇവിടെ എ ഇ. അത് ആദ്യമുള്ള ഹൈറ്റിൽ നിന്നും, കാരണം ഇവിടെ എക്സ് മീറ്റർ ആണ് മാറ്റിയതെങ്കിൽ അതേ നീളം തന്നെയാണെന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആ എക്സ് മീറ്റർ തന്നെയായിരിക്കും താഴേക്ക് മാറിയിട്ടുണ്ടാവുക, അതായത് എ സിയിൽ നിന്നും കുറഞ്ഞിട്ടുണ്ടാവുക. അപ്പോൾ അത് 4 ആണ്. അപ്പോൾ 2.4 മൈനസ് എക്സ് ആയിരിക്കും എ ഇയുടെ നീളം. അപ്പോൾ ഇനി ഇവിടെ പോളിൻ്റെ നീളത്തിന് മാറ്റമൊന്നുമില്ല. അപ്പോൾ നമുക്ക് വീണ്ടും പൈതഗോറസ് തിയറം തന്നെ ഉപയോഗിക്കാം. അങ്ങനെ പൈതഗോറസ് തിയറം ഉപയോഗിച്ചാൽ ഇവിടെ എ ഡി സ്ക്വയർ പ്ലസ് എ ഇ സ്ക്വയർ ഈക്വൽ ടു അത് ഡി ഇ സ്ക്വയർ ആയിരിക്കും. ഇപ്പോൾ ഇവിടെ ഡി ആണ് പോളിൻ്റെ നീളം. പിന്നെ നമുക്കിവിടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ 1 പ്ലസ് എക്സ് ഓൾ പ്ലസ് എയുടെ ലെന്ത് 2.4 മൈനസ് എക്സ് ഓൾ സ്ക്വയർ ഈക്വൽ ടു ഡിയുടെ നീളത്തിന് മാറ്റമില്ല, അത് പോളിൻ്റെ ലെന്ത് തന്നെ 2.6 ഓൾ സ്ക്വയർ. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് 1 പ്ലസ് എക്സ് ഓൾ സ്ക്വയർ ആണ്, 2.4 മൈനസ് എക്സ് ഓൾ സ്ക്വയർ ആണ്. അപ്പോൾ അത് എ പ്ലസ് ബി ഓൾ സ്ക്വയർ എ മൈനസ് ബി ഓൾ സ്ക്വയർ എന്ന രൂപത്തിൽ വേണം ചെയ്യാൻ. കഴിഞ്ഞ പ്രോബ്ലങ്ങളൊക്കെ ചെയ്ത് എ പ്ലസ് ബി ഓൾ സ്ക്വയർ ഈക്വൽ ടു എ സ്ക്വയർ പ്ലസ് 2ab പ്ലസ് ബി സ്ക്വയറും എ മൈനസ് ബി ഓൾ സ്ക്വയർ ആണെങ്കിൽ എ സ്ക്വയർ മൈനസ് 2ab പ്ലസ് ബി സ്ക്വയറും ആയിരിക്കും. അപ്പോൾ ആ ഇക്വേഷൻ ഉപയോഗിച്ച് ചെയ്താൽ ഇവിടെ 1 സ്ക്വയർ 1 പ്ലസ് 2 ഇൻറ്റു 1 ഇൻറ്റു എക്സ് 2x പ്ലസ് എക്സ് സ്ക്വയർ, അതാണ് 1 പ്ലസ് എക്സ് ഓൾ സ്ക്വയർ പ്ലസ് 2.4ന്റെ സ്ക്വയർ നമുക്ക് നേരത്തെ കിട്ടിയിട്ടുണ്ട് 5.76 മൈനസ് 2 ഇൻറ്റു 2.4 ഇൻറ്റു എക്സ് 2 ഇൻറ്റു 2.4 4.8, അപ്പോൾ 4.8 എക്സ് പ്ലസ് എക്സ് സ്ക്വയർ ഈക്വൽ ടു 2.6ന്റെ സ്ക്വയർ 26ന്റെ സ്ക്വയർ 676, അപ്പോൾ നമുക്ക് 6.76. ഇനി ഇതിനെല്ലാം കൂടെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്താൽ ആഡ് ചെയ്യാം.
അപ്പോൾ ഇവിടെ എക്സ് സ്ക്വയറിൻ്റെ ടൈം നോക്കുക. ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്, ഇവിടെ എക്സ് സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമുക്ക് 2x സ്ക്വയർ കിട്ടും. 2x സ്ക്വയർ പിന്നെ എക്സിൻ്റെ ടൈം ഇവിടെ 2x ഉണ്ട്, ഇവിടെ -4.8x ഉണ്ട്. അപ്പോൾ -2.8x പ്ലസ് ഇവിടെ 1 ഉണ്ട്, 5.76 ഉണ്ട്. അപ്പോൾ 6.76 ഈക്വൽ ടു ഇവിടെ ആൻസർ 6.76 തന്നെയാണ്. അപ്പോൾ 2x സ്ക്വയർ -2.8x ഈക്വൽ ടു ഇവിടെയുള്ള 6.76. 6.76 മൈനസ് ഈ 6.76നെ റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുവരുമ്പോൾ -6.76. അത് 6.76 മൈനസ് 6.76 നമുക്ക് 0 കിട്ടും. അപ്പോൾ നമുക്ക് ഇക്വേഷൻ ആക്കി ഇനി എഴുതാം. അപ്പോൾ നമുക്ക് കിട്ടുന്നത് 2x സ്ക്വയർ -2.8x ഈക്വൽ ടു 0 എന്ന് നമുക്ക് ആൻസർ കിട്ടും. അപ്പോൾ ഇവിടെ 2x സ്ക്വയർ ഉണ്ട്. അപ്പോൾ നമുക്ക് മാത്രമല്ല ഈ 2.8 എന്ന് പറയുന്നത് നമുക്ക് 2 ഉണ്ട്, ഇവിടെ 2x സ്ക്വയർ ഉണ്ട്, -2.8x എന്ന് പറയുന്നത് 2.8 നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പറാണ്. അപ്പോൾ ഈ ഇക്വേഷനെ നമുക്ക് 2 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഇവിടെ എക്സ് സ്ക്വയർ ആയി. എക്സ് സ്ക്വയർ മൈനസ് 2.8ന്റെ പകുതി 1.4x ഈക്വൽ ടു 0 എന്ന് നമുക്ക് കിട്ടും. എക്സ് സ്ക്വയർ മൈനസ് 1.4x ഈക്വൽ ടു 0 എന്ന ഇക്വേഷൻ കിട്ടി. ഇനി ഇവിടെയും വേണമെങ്കിൽ നമുക്ക് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ഉപയോഗിച്ചിട്ട് ഇവിടെ 0.7 കൊടുക്കാം. പക്ഷേ ഇവിടെ എളുപ്പത്തിൽ നമുക്ക് എക്സിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്താൽ മതി. അപ്പോൾ എക്സ് എടുത്തു. ഇനി എക്സ് സ്ക്വയറിൽ നിന്ന് എക്സ് പോയി, ബാക്കി എക്സ് ഉണ്ട്, മൈനസ് 1.4xൽ നിന്ന് എക്സ് പോയാൽ 1.4 ഈക്വൽ ടു 0. അപ്പോൾ നമുക്ക് ഇക്വേഷൻ എക്സ് ഈക്വൽ ടു 0 ഓർ എക്സ് മൈനസ് 1.4 ഈക്വൽ ടു 0 എന്ന് കിട്ടും. എക്സ് ഈക്വൽ ടു 0 ഇക്വേഷൻ പ്രകാരം ശരിയാകുമെങ്കിലും നമുക്ക് എന്തായാലും എക്സിന് 0 എന്നുള്ള വാല്യൂ ഇവിടെ എടുക്കാൻ പറ്റില്ല, കാരണം എക്സ് 0 അല്ല. അപ്പോൾ നമുക്ക് എടുക്കാൻ പറ്റുന്നത് എക്സ് മൈനസ് 1.4 ഈക്വൽ ടു 0 എന്നുള്ള വാല്യൂ എടുക്കാം. അപ്പോൾ എക്സ് മൈനസ് 1.4 ഈക്വൽ ടു 0. therefore x ഈക്വൽ ടു 0 പ്ലസ് 1.4. അപ്പോൾ നമുക്ക് x ഈക്വൽ ടു 1.4 എന്ന ആൻസർ കിട്ടി. അപ്പോൾ ഇവിടെ ചോദ്യത്തിൽ ദ ഡിസ്റ്റൻസ് ദാറ്റ് ദ ഫുട്ട് ഓഫ് ദ പോൾ വാസ് പുഷ്ഡ് ഈസ് എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 1.4 മീറ്റർ നമുക്ക് കിട്ടി. ഇതാണ് നമ്മുടെ എക്സ്. അപ്പോൾ നമ്മൾ ചെയ്ത വഴി ആദ്യം നമ്മൾ ട്രയാങ്കിൾ ABC എന്നുള്ള ഈ ട്രയാങ്കിൾ വെച്ചിട്ട്, അപ്പോൾ ഇവിടുത്തെ നീളം നമുക്ക് 1 മീറ്റർ എന്ന് ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട്. പോളിൻ്റെ ലെന്ത് 2.6 എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതുപയോഗിച്ച് നമ്മൾ AC അവിടുത്തെ ഹൈറ്റ് കണ്ടുപിടിച്ചു. അതിന് നമ്മൾ പൈതഗോറസ് തിയറം ഉപയോഗിച്ചു. അങ്ങനെ ACയുടെ ലെന്ത് നമ്മൾ കണ്ടുപിടിച്ചു. അതിനുശേഷം എക്സ് മീറ്റർ ആണ്. ഇവിടെ എക്സ് മീറ്റർ ഇങ്ങോട്ട് കൂടിയിട്ടുണ്ട്, ഇവിടെ എക്സ് മീറ്റർ ഇവിടുന്ന് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതുപയോഗിച്ച് നമ്മൾ ഈ എയുടെ ലെന്ത് നമ്മുടെ ACയുടെ ലെന്തിൽ നിന്നും എക്സ് കുറച്ചു. ഇവിടെ ADയുടെ ലെന്ത് ABയുടെ ലെന്തിൻ്റെ കൂടെ എക്സ് കൂട്ടി. അപ്പോൾ നമ്മൾ പുതിയ ട്രയാങ്കിളായി ട്രയാങ്കിൾ EAD എന്നൊരു ട്രയാങ്കിൾ എടുക്കും. ഇവിടെ പോളിൻ്റെ ലെന്തിന് മാറ്റമില്ല, 2.6 തന്നെ. അങ്ങനെ അതുപയോഗിച്ച് അവിടെയും നമ്മൾ പൈതഗോറസ് തിയറം ഉപയോഗിച്ചു. ബേസ് സ്ക്വയർ പ്ലസ് ആൾട്ടിറ്റ്യൂഡ് സ്ക്വയർ ഈസ് ഈക്വൽ ടു ഹൈപ്പോട്ടന്യൂസ് സ്ക്വയർ, പാദം സ്ക്വയർ പ്ലസ് ലംബം സ്ക്വയർ ഈക്വൽ ടു കർണം സ്ക്വയർ എന്നുള്ള ഇക്വേഷൻ ഉപയോഗിച്ച് അത് ഒറ്റ നമ്പറല്ല, ഇവിടെ AC മൈനസ് എക്സ് വരുന്നുണ്ട് A കിട്ടാൻ, അതുപോലെ AD കിട്ടാൻ AB പ്ലസ് എക്സ് വരുന്നുണ്ട്. അതുകൊണ്ട് നമ്മൾ A പ്ലസ് ബി ഹോൾ സ്ക്വയറും A മൈനസ് ബി ഹോൾ സ്ക്വയറും ആ ഇക്വേഷൻ ഉപയോഗിച്ച് നമ്മൾ എക്സ്പാൻഡ് ചെയ്തു. അങ്ങനെ നമുക്ക് 2x സ്ക്വയർ മൈനസ് 2.8x ഈക്വൽ ടു 0 അങ്ങനെ ഇക്വേഷൻ കിട്ടി. അതിനെ ചെറുതാക്കാൻ വേണ്ടി എല്ലാം 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ പറ്റുന്ന നമ്പർ ആയതുകൊണ്ട് 2 കൊണ്ട് ഇക്വേഷനെ ത്രൂ ഔട്ട് ഡിവൈഡ് ചെയ്തു. അങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഒരു ടൈമിനെ മാത്രമായിട്ട് ചെയ്യാൻ പറ്റില്ല, ഇക്വേഷനെ മൊത്തം ടൈമിനെ ചെയ്യണം. ഇവിടെ റൈറ്റ് സൈഡിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിനെയും ചെയ്യണം. റൈറ്റ് സൈഡിൽ ഇവിടെ 0 ആയതുകൊണ്ട് നമ്മൾ ചെയ്തിട്ടില്ല, ചെയ്യേണ്ട ആവശ്യമില്ല. അവിടെ ഒരു നമ്പർ ആയിരുന്നെങ്കിൽ അതിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ ചെയ്യണം. അങ്ങനെ പറ്റുന്ന നമ്പർ ആണെങ്കിൽ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാൻ നിൽക്കാവുള്ളൂ. അപ്പോൾ അതുപോലെ നമ്മളിപ്പോൾ ഡിവൈഡ് ചെയ്ത് നമുക്ക് എക്സ് സ്ക്വയർ മൈനസ് 1.4x ഈക്വൽ ടു 0 എന്ന് കിട്ടി. ഇനി ചെയ്യാവുന്ന മറ്റൊരു വഴിയാണ്, ഇവിടെ ഈ 1.4ന്റെ പകുതി എടുത്ത് ഈ സൈഡിലും അതിൻ്റെ സ്ക്വയർ, ഇപ്പോൾ 0.7 ആണെങ്കിൽ 0.7 സ്ക്വയർ ഇവിടെ എടുക്കാം, 0.7 സ്ക്വയർ ഇവിടെ, രണ്ട് സൈഡിലും ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും ആഡ് ചെയ്താൽ നമുക്ക് കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡിൽ ഇത് ചെയ്യാം. പക്ഷേ ഇവിടെ ഈ രണ്ട് ടൈമിലും എക്സ് ഉള്ളതുകൊണ്ട് അതിനെ എക്സിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുക്കുന്നതാണ് ഇവിടെ ചെയ്യാൻ എളുപ്പം. അതുകൊണ്ട് നമ്മൾ കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡിലേക്ക് പോയില്ല, ഇവിടുന്ന് എക്സിനെ കോമൺ ആയിട്ട് പുറത്തേക്ക് എടുത്തു. അപ്പോൾ എക്സ് ഇൻറ്റു എക്സ് മൈനസ് 1.4 ഈസ് ഈക്വൽ ടു 0. അതിൻ്റെ അർത്ഥം ഒന്നുകിൽ എക്സ് 0 ആകാം, എക്സ് മൈനസ് 1.4 ഈക്വൽ ടു 0 ആകാം. കാരണം അതിൻ്റെ പ്രോഡക്റ്റ് 0 ആയതുകൊണ്ട് ഒന്നുകിൽ എക്സ് ആയിരിക്കാം 0, അല്ലെങ്കിൽ എക്സ് മൈനസ് 1.4 0 ആകാം. അപ്പോൾ ഏതായാലും ഇവിടെ നീളമുണ്ട്, നമുക്ക് കയറുന്ന മനസ്സിലാകുന്ന എക്സ് എന്തായാലും 0 അല്ല എന്ന് നമുക്ക് ഇവിടെ ഉറപ്പിക്കാം.
അപ്പോൾ അല്ലെങ്കിൽ പിന്നെയുള്ള ചാൻസ് എക്സ് മൈനസ് 1.4 ആണ് 0. അത് ചാൻസ് അല്ല, അത് ഉറപ്പിക്കാം. എക്സ് 0 അല്ല എന്നതുകൊണ്ട് എക്സ് മൈനസ് 1.4 ആയിരിക്കും 0. അപ്പോൾ നമ്മൾ ഇക്വേഷനെ എക്സ് ഈക്വൽ 0 അതിനെ നമ്മൾ ഒഴിവാക്കി. എക്സ് മൈനസ് 1.4 ഇസ് ഈക്വൽ 0. ഇനിയൊന്നുമില്ല, എക്സിനെ അവിടെ നിർത്തും. ദെയർഫോർ എക്സ് ഈക്വൽ ടു ഈ മൈനസ് 1.4നെ റൈറ്റ് സൈഡിലേക്ക് മാറ്റുന്നു. അപ്പോൾ 0 പ്ലസ് 1.4 എന്നായി. എക്സ് ഈക്വൽ ടു 1.4 മീറ്റർ എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പോൾ ഇതിനെ അടിയിൽ നിന്നും ഇങ്ങോട്ട് നീങ്ങിയതും അവൾ മുകളിൽ താഴേക്ക് വന്നതും ആ നീളം 1.4 മീറ്റർ ആണ്.